മുണ്ടക്കൈ ദുരന്തത്തെ അതിജീവിച്ച 500 പേർ കഴിയുന്ന ഏറ്റവും വലിയ ക്യാമ്പാണ് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേത്. സർവ്വതും നഷ്ടപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യർ ഇനിയുള്ള ജീവിതം എന്തെന്ന ചോദ്യചിഹ്നത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഇവരെ കരുതലോടെ സമൂഹം ചേർത്ത് പിടിക്കണമെന്ന അഭ്യർത്ഥന കൂടിയാണ് ക്യാമ്പിൽ കഴിയുന്ന ആസിയയും സുനീറയും പങ്കുവയ്ക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമസ്കാരം. നമ്മളിപ്പോൾ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ്. ഇവിടുത്തെ ക്യാമ്പുകളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ താമസിക്കുന്ന ക്യാമ്പാണ് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഏകദേശം 500ഓളം ആളുകളാണ് ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ക്യാമ്പിലുള്ളത്. അവർക്ക് അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അവർ ആ ദുരന്തത്തിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് ഇങ്ങോട്ട് കരകയറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ അനുഭവങ്ങളൊന്നും ഞാൻ അവരോട് ചോദിക്കുന്നില്ല. അതിനി ഓർമ്മിച്ചെടുക്കുന്നത് അതിനേക്കാൾ വലിയ സങ്കടമുള്ള കാര്യമായിരിക്കും. ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ, എന്താണ് അവരുടെ ആവശ്യം, അതുമാത്രം അറിയുകയാണ് ഉദ്ദേശം. അവരുടെ കടന്നുപോയൊരു മാനസികാവസ്ഥയെക്കുറിച്ച് ഇനി നമ്മൾ ചോദിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അത് നമ്മളെടുത്തിരിക്കുന്നൊരു പോളിസി കൂടിയാണ്. കാരണം അത് വീണ്ടും ആ ഓർമ്മകളിലേക്ക് അവരെ വീണ്ടും കൊണ്ടുപോകാൻ പാടില്ല. അത്രയും വലിയ സ്ട്രെസ്സാണ്. ഇതിലേക്ക് വളരെ പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ പേര് ആസിയ. ചേച്ചി മുണ്ടക്കായി. ചേച്ചി സുനീറ. സ്കൂൾ റോഡ് ചൂരൽമല. എന്താ ചെയ്തിരുന്നത് ഇവിടെ? ഞങ്ങളവിടെ ഏലത്തോട്ടത്തിൽ പണിക്ക് പോണതാണ്. ഇവിടെ അടുത്ത ഏലത്തോട്ടം കൂലിപ്പണി എടുക്കണം. ചേച്ചി ഇവിടെ? ഞാൻ എസ്റ്റേറ്റ് പോയിരുന്നു 2 കൊല്ലം മുന്നേ. അതൊക്കെ പണിയൊക്കെ ഉപേക്ഷിച്ച് ഒഴിവായി. ഒരു മോന് പണിക്ക് പോകുന്നുണ്ട്. മുണ്ടക്കൈയിൽ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? മുണ്ടക്കൈയിൽ പള്ളിയുടെ അടുത്താണ്. പള്ളിന്റെ നേരം മേലെ. അത് വീട് മൊത്തം? വീട് പോയിട്ടില്ല. അടുത്തുള്ള വീടിന്റെ ഒക്കെ പോയി. എല്ലാം പോയി. നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു? വീട്ടിലുള്ളവർ നേരെ റിസോർട്ടിൽ കയറി. അതുകൊണ്ട് അവരവിടെ രക്ഷപ്പെട്ടു. മോള് റിസോർട്ടുണ്ട്. ചെറിയ മക്കളായിട്ട് 3 വയസ്സായൊരു മോന് ഇവിടെ ഉണ്ടോ? ഉണ്ട്. എല്ലാവരും 6 വയസ്സായൊരു മോന്. കുടുംബത്തിലെല്ലാവരും കുടുംബത്തിലുണ്ട്. ബാക്കി അമ്മായിൻ്റെ എൻ്റെ ഒരു ആങ്ങളെയും നാത്തൂനും 2 ആമക്കളും പോയി. വീട്ടിൽ ഞങ്ങൾക്ക് ഇനി പോയി നിൽക്കാൻ പറ്റില്ല. വീട് പോയോ? വീടിൻ്റെ താഴെവശം മൊത്തം പോയി. റോഡ്, സ്കൂള്, പണിക്ക് പോണ സ്ഥലങ്ങളൊക്കെ പോയി. മക്കൾക്ക് ലോണും കാര്യമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ പല സ്ഥലത്തുനിന്ന് ലോൺ എടുത്തത്. മക്കൾ എത്ര പേരാ? 3 ആളാ. ഒരു മോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു മോളും 2 ആമക്കളും. സർക്കാരിനോട് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു അധീനം കാണണം. ഒരു സ്ഥലവും വേണം, വീടും വേണം. അല്ല, ഇനി ഞങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ബഡ്ജറ്റൊന്നുമില്ല. ബ്ലോക്കിൽ നിന്ന് കിട്ടിയ പെരൻ്റെയാണ് ഇപ്പോൾ ഞാൻ പണി ചെയ്തിട്ടുണ്ടായത്. പുര വെച്ചിരുന്നത് ചെറിയൊരു പുരയാണ്. പക്ഷെ അത് ഫുള്ളും പോയി. ഇനി വേറൊരു പുര വെക്കാനുള്ള ഇതില്ല, എനിക്ക് ബഡ്ജറ്റില്ല. ഒരു മോനേ ഉള്ളൂ. മോനിക്ക് കൂലിപ്പണിയാണ്, എപ്പോഴും കിട്ടണം കൂലിപ്പണി. മോനും ഇപ്പോൾ ഇവിടെ ഉണ്ട്? മോനുണ്ട്, അത് അവിടെ ഉണ്ട്. ക്യാമ്പിലെല്ലാം അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഇല്ലുണ്ട്. ഒരു ഭക്ഷണവും കൃത്യമുണ്ട്. ഇവിടുന്ന് പോയിട്ടുള്ള ഇതാണ് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടത്. ഞങ്ങൾക്ക് ഇനി പോയി നിൽക്കാൻ ഞങ്ങൾക്കൊരു വീടില്ലല്ലോ. കടം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. മൂത്ത മോൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ 10 ആൾ കൂടി സംഘം കൂടിയിട്ട് 1 ലക്ഷം റുപ്യ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേമനിധിയിൽ നിന്ന് ഒരു 50,000 റുപ്യ അത് കൊടുത്തിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ കടമുണ്ട് അല്ലേ? കടം വീട്ടണം. നമ്മൾ ആരാൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ അല്ലേ. ഇനി നമുക്ക് കൂലിപ്പണി എടുക്കാൻ ഇത് വീട്ടാനുള്ള പണിക്ക് പോകാൻ സംവിധാനം ഇല്ലല്ലോ. പിന്നെ ഒരു വീടും ഇല്ല. ഭർത്താവാണെങ്കിൽ ഈ വിരലിൽ ആകെ 2 വിരലേ ഉള്ളൂ, 5 വിരലില്ല. ഒരു വീടും സ്ഥലവും പിന്നെ എന്തെങ്കിലും തൊഴിൽ ചെയ്യാനുള്ളൊരു സാഹചര്യവും കൂടി വേണം. അത് വേണം. അത്രയുമാണ് വേണ്ടത്. ഞങ്ങൾ 6 പേരാണ് വീട്ടിലുള്ളത്. മോൻ്റെ തുച്ഛമായ ശമ്പളമായിട്ട് കഴിയണവരാണ്. ഇനിയുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അതിനുള്ളത് ഒരു വീട്, കാര്യമായിട്ടൊരു വീട്, ഞങ്ങൾക്ക് കയറി ചെല്ലാനുള്ളൊരു വീട് വേണം. നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും സഹകരിക്കുന്നുണ്ട്. കുറേ അധികം ആളുകൾ നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിനകത്ത് ഇനിയിപ്പം മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പം എന്തായാലും കുട്ടികളെല്ലാവരും ഉണ്ട്. ഇനി അവിടെ നമുക്ക് പോകാൻ കഴിയില്ല. പുത്തുമലത്തെ ദുരന്തത്തിന് ഞങ്ങൾ അങ്ങനെ കൈ പൊട്ടി ഞങ്ങൾ കാണുകയല്ലേ ഇത് ഒലിച്ച് വരുന്നത്. താഴ്ന്ന് പൊട്ടി മോളിൽ കയറാം. അപ്പോഴത്തേന് ഞങ്ങൾ പിഞ്ച് മക്കളായിട്ട് ഏതൊക്കെയോ കാട്ടിക്കൂടെ ഒക്കെ ഓടി. അവിടെ ആനയും അതുപോലെ അന്ന് ആനയുണ്ട്. പുത്തുമല അല്ലോ അതോ ഇവിടെയോ? ചൂരമല. ഇവർക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് ഒരു വീട് ആവശ്യമുണ്ട്. നല്ല അടച്ചുറപ്പുള്ളൊരു വീട് ആവശ്യമുണ്ട്. പെൺകുട്ടികൾ അടക്കമുണ്ട് വീട്ടിൽ. 2 പെൺകുട്ടി, ഒരു പെൺകുട്ടി. അപ്പം മോക്കിനി സ്കൂളിൽ പോകണം. സ്കൂൾ എവിടെയാണോ പഠിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ അവിടെ ചൂരമല സ്കൂളിൽ, വെള്ളാർമലയത്ത്. സ്കൂളും സംവിധാനവും ഒക്കെ സർക്കാർ ഇതിനുള്ള ക്രമീകരണം ഒരുക്കും, വീടൊരുക്കും എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ടർ TV അടക്കം ഇവർക്ക് താമസിക്കാൻ ഒരു ടൗൺഷിപ്പ് ഒരുക്കുന്നൊരു പ്രോജക്റ്റ് സർക്കാരിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. തീർച്ചയായും പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും. ഒരു 6, 7, 8 മാസം എടുക്കും. കാര്യം ഒരു വീടൊക്കെ പോലെ നമ്മളെ പുത്തുമല ദുരന്തത്തിൽ പറഞ്ഞവർ ഇപ്പോഴും കഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട്. അതേപോലെ ഞങ്ങൾ ഗതിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചൂരമലക്കൻ്റെ പോയിനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഇനി ഒന്നും ചെയ്യാൻ, മുന്നോട്ട് ചെയ്യാൻ ഒന്നുമില്ല. സഹായിക്കാനും ഒരാളില്ല. ഉപ്പയും ഉമ്മയും ഒന്നുമില്ല.
ഇനി ഒരു ഭർത്താവിൻ്റെ തണലേ ഉള്ളൂ ഞങ്ങൾക്ക്. പുത്തുമലയിൽ പോലെ ആയി തീരരുത് എന്നതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം. അത് ശരിക്കും പുത്തുമലയിലെ ചില ആളുകൾ നമ്മളോട് പരാതിയായിട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായൊരു ടൗൺഷിപ്പ് പ്ലാൻ സർക്കാരിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 6-7 മാസത്തിനുള്ളിൽ നമുക്കത് സാധ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ എല്ലാവരുടെയും പിന്തുണയും ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട്.